ഹായ് 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 ഷിമി മാഷാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് നാളെ മാത്സിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നവരുണ്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ട് മാത്സിൻ്റെ ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണ് വരിക, എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് മാത്സിന് ഫുൾ മാർക്ക് നേടാനാവുക, അതുപോലെ തന്നെ 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇതിൽ ഓരോ പ്രവർത്തനത്തിലും ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 6 പ്രവർത്തനങ്ങളും എന്തായിട്ട് ബന്ധപ്പെട്ട എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ മാഷ് പറഞ്ഞു തരുന്നുണ്ട്. മാഷ് പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ നാളത്തെ എക്സാമിന് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 3ാം ക്ലാസ്സിൽ നമ്മൾ കൂടെ എക്സാം ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാനും ആരും വിട്ടുപോകാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും ആദ്യം നമുക്കുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം ഉറപ്പായിട്ട് കിലോഗ്രാമും ഗ്രാമും ഇതായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നമ്മുടെ കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ അടുത്ത പ്രവർത്തനം വരിക നമ്മൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ഈ 3 ഷേപ്പുകളായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ 3 ഷേപ്പുകൾ നമ്മൾ പരിചയപ്പെടണം. എന്നിട്ട് അതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ഏതാണ്, ട്രയാങ്കിൾ ഷേപ്പ് ഏതാണ്, സർക്കിൾ വട്ടം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചതുരം, അതുപോലെ ത്രികോണം, വട്ടം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, വൃത്തം എന്ന് വിളിക്കും. അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനം വരിക നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വേറൊരു പ്രവർത്തനം, അടുത്ത പ്രവർത്തനം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അടുത്ത പ്രവർത്തനം വരെ നമ്മൾ ലെങ്തായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഏതെങ്കിലും സാധനത്തിൻ്റെ നീളം അളക്കാനും പിന്നെ അതുപോലെ സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് സെൻറ്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം? 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. ഇതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നാളത്തെ എക്സാമിന് വരും. അതും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു പ്രവർത്തനം ഇതിൽ നിന്നുണ്ടാവും. പിന്നെ ഏറ്റവും അവസാനമല്ലാതെ പാറ്റേൺ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കും നമ്മുടെ എക്സാമിന്. ഒരു പ്രവർത്തനം പാറ്റേൺ ചെയ്യൽ എങ്ങനെ എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ വ്യത്യസ്ത പാറ്റേണുകളൊക്കെ നമ്മൾ ചെയ്ത് പരിചയപ്പെടണം. അപ്പോൾ എക്സാമിന് പാറ്റേൺ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ സിമ്പിളായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ടൈമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. ടൈമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നമ്മുടെ എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ടൈമും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സെക്കൻഡും മിനിറ്റും അതുപോലെ ഹവറും ഇതൊക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടൈമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിച്ചിട്ട് എല്ലാവരും എക്സാമിന് പോവുക. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്ത് പഠിക്കാനല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം 7:00 ലൈവ് ഉള്ളത്. തൊട്ട് മുമ്പുള്ള ലൈവ് ക്ലാസ്സുകളും ആരും കാണാൻ വേണ്ടി വിട്ടുപോകാതിരിക്കുക. നമ്മൾ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പാഠം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പാഠത്തിൻ്റെ ലൈവൊക്കെ നമ്മുടെ ഈ 3ാം ക്ലാസ്സിൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ ആ പാഠത്തിൻ്റെ ലൈവൊക്കെ കൃത്യമായിട്ട് കാണാം. എല്ലാവരും എക്സാമിന് പോവുക. നമുക്ക് നല്ല മാർക്ക് എന്നാലേ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാനും ആരും വിട്ടു പോരുത്. നമുക്ക് സൈലത്തിൻ്റെ കൂടെ നിന്ന് ഈ ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് നേടാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം കേട്ടോ. മാഷ് പോവാണ്. നമുക്ക് ഇനി അടുത്ത ലൈവിലും വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.